ഹലോ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കാട്ടാക്കട കൊറ്റമ്പള്ളിയിലാണ്. ഈ വരുന്ന തിങ്കളാഴ്ച, അതായത് മകരത്തിലെ കാർത്തികയ്ക്കാണ് അച്ഛൻ്റെ ബർത്ത്ഡേ. അപ്പം അനിയൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛന് നമുക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കാം, പക്ഷേ അച്ഛന് കടയിൽ കൊണ്ടുപോകണ്ട, സർപ്രൈസായിട്ട് നമുക്ക് അച്ഛന് എടുത്തു കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു, ഇവിടെ ബാലരാമപുരം നമ്മൾ അടുത്താണ്, അപ്പം നമുക്ക് പോയി ഹാൻഡ്ലൂം കളക്ഷൻസൊക്കെ ഒരുപാടുണ്ട് ഇവിടെ, അവർ തന്നെ ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി നോക്കിയിട്ട് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു ഷർട്ടും ഒരു മുണ്ടും ഒക്കെ സെലക്ട് ചെയ്യാനായിട്ട് അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛന് ഡ്രസ്സ് എടുക്കാനായിട്ട് നമുക്ക് ഹാൻഡ്ലൂം കളക്ഷൻസ് ബാലരാമപുരത്തുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ഒരു മുണ്ട് ഷർട്ട് ഒക്കെ നോക്കണം. നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ട് കൊറിയർ അയക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മളിപ്പോൾ കൊറ്റമ്പള്ളിയിൽ നിന്ന് നേരെ ബാലരാമപുരത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നിട്ട് ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം. നമ്മൾ ബാലരാമപുരത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ബാലരാമ മാർക്കറ്റ് കഴിഞ്ഞിട്ട് ഒരു ഇടവഴിയാണ്, അതിൻ്റെ അകത്തോട്ട് പോയാൽ മതി എന്നാണ് എല്ലാവരും പറഞ്ഞു തന്നെ. നമ്മൾ ചോദിച്ചതാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് വന്നപ്പോഴെന്ന് വെച്ചാൽ ഈ തമിഴ്നാട്ടിലൊക്കെ കാണുന്ന പോലെ എല്ലാ വീടിൻ്റെ ഫ്രണ്ടിലും അഗ്രഹാരം പോലൊരു സെറ്റപ്പ്, വീടിൻ്റെ ഫ്രണ്ടിൽ കോലമൊക്കെ വരച്ചിട്ട് അതേപോലെ തമിഴ് സ്റ്റൈലൊരു അമ്പലമൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ ഇതൊരു കുറേ വീടുകൾ ഇങ്ങനെ ഒരു സൈഡിൽ നിരനിരാവുണ്ട്. എല്ലാ വീടിൻ്റെ ഫ്രണ്ടിലും ഇങ്ങനെ പടമൊക്കെ വരച്ചിട്ടുണ്ട്. അതേപോലെ ആദ്യം ഒരു സെക്ഷൻ ഫുൾ കടകളാണ്. കടകൾ കഴിഞ്ഞിട്ട് പിന്നെ കുറേ വീടുകളും, എല്ലാ വീടിൻ്റെ ഫ്രണ്ടിലും എനിക്ക് തോന്നുന്നു ഈ ഒരു വർക്ക് തന്നെ ചെയ്യുന്നതാണെന്നാണ് തോന്നുന്നത്. മിക്ക വീടിൻ്റെ ഫ്രണ്ടിലും ബോർഡുണ്ട്. നമുക്ക് അമ്പലം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളിപ്പോൾ കണ്ട അമ്പലം. അതിൻ്റെ അടുത്തോട്ടൊന്ന് പോയി നോക്കാം നമുക്ക്. ഇത് നമ്മുടെ ഗണപതിയാണ്. അപ്പോൾ അവിടെ ബോർഡ് എഴുതിയിട്ടുണ്ട് ഗണപതി, മലയാളത്തിലും എഴുതിയിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു അത് തമിഴാണെന്ന് തോന്നുന്നു, തമിഴിലും ഒക്കെ എഴുതിയിട്ടുണ്ട്. അടുത്തത് അങ്ങനെ ഒരുപാട് സ്റ്റാച്യൂസ് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. മുരുകനാണത്, സുന്ദരർ എന്നാണ് എഴുതിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു തമിഴ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഇതാണ്. നമ്മുടെ ഉണ്ണിക്കണ്ണൻ, അത് കൊള്ളാം. ഇവിടെ നമ്മൾ കണ്ടൊരു ഓൾഡ് വീടാണ്, പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾ ബാലരാമപുരം ആ കടയിൽ ഒരു കട നമ്മൾ കണ്ടു. അപ്പോൾ അവിടെ ഒരു ശിവഗംഗ എന്ന് പറയുന്ന ടെക്സ്റ്റൈൽസിലാണ് നമ്മൾ കയറിയത്. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഹാൻഡ്ലൂം കളക്ഷൻ മാത്രമല്ല, അല്ലാത്ത ഒരുപാട് കളക്ഷനും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അച്ഛനെ ഒരു ഷർട്ടും എടുത്തു, 2 മുണ്ടും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ പാക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. ബാക്കി കളക്ഷൻസ് ഇവിടുത്തെ കാണിച്ചു തരാം. നമ്മളിപ്പം എടുത്തിരിക്കുന്ന ഷർട്ട് ആണത്. അത് മുണ്ട് മാച്ചിങ് ആയിട്ടുള്ള മുണ്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, സെലക്ട് ആയിട്ടില്ല എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിലിങ്ങനെ കസവ് മാത്രം ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു ഡിഫറൻസ് എന്ന് പറയുമ്പോൾ കസവിൻ്റെ അപ്പുറവും ഇപ്പുറമായിട്ട് ഒരു കളറിൻ്റെ ലൈനും കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു ഇത് ആയിരിക്കും കൂടുതൽ നല്ലതെന്ന്. ഇപ്പോൾ ഇതാണ് എടുക്കുന്നത്, ഇതും ഈ ഷർട്ടും. അതേപോലെ ഒരു മുണ്ടും കൂടെ എടുത്തിട്ടുണ്ട്, അത് വെള്ളി കസവിൻ്റെയാണ്. അപ്പം ഏത് ഡ്രസ്സിൻ്റെ കൂടെ വേണമെങ്കിലും അത് ഇടാം, അത് അങ്ങനെ കണക്കാക്കിയാണ് ഇതെടുക്കുന്നത്. സ്റ്റാർട്ടിങ് വരുമ്പോഴേ 2000 മുന്നോട്ട് വരും. 1850 കസവ് കുറവാണ്. കസവ് കൂടുമ്പോൾ അല്ല കൂടി ബ്ലൗസ് പീസ് അതിൽ കാണും. അല്ലാതെ നമ്മൾ ബ്ലൗസ് പീസ്
ഇത് കളർ വരും, ഡിസൈൻ വരും. ഇതാ ഈ ഇങ്ങനെ സാരി ചെയ്യുന്നതിൽ മറ്റേ ഹാഫ് സാരിക്കൊക്കെ കണക്കാക്കി അങ്ങനെ വരും അതിന്റെ ഹാഫ് സാരി പാവാടയും ബ്ലൗസ് അതുണ്ട്. അങ്ങനെ അത് തയ്ക്കണം. ഹാഫ് സാരി സാരി പാവാട എല്ലാം വരും. ഒരു കോട കല്യാണ മണ്ഡപമൊക്കെ ഉണ്ട്. നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തു. എന്നിട്ട് നമ്മളിനി വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തോട്ട് പോവുകയാണ്. ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ച അമ്പലം. അതിൻ്റെ കൂടെ അതായി മേളിലൊക്കെ കണ്ടോ, അത് ഒരുപാട് ഉണ്ട് കാണാൻ. എന്നിട്ട് ഇതാ കാണുന്നതാണ് കല്യാണ മണ്ഡപമുണ്ട്. ഇതാണ് കല്യാണ മണ്ഡപം. പിന്നെ ഒരു ഇത് 1986 ഇനാഗ്രേഷൻ കഴിഞ്ഞ ഒരു കല്യാണ മണ്ഡപമാണ്. അതേപോലെ തന്നെ ഗൗരി പാർവതി ഭായ് പ്രിൻസസ് ഹാൻഡ്ലൂം ക്ലോത്ത് മാനുഫാക്ചറാണ്. അതായത് ഈ ചെയ്യുന്ന വർക്കൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് നമ്മൾ വന്ന വഴി. അതാണ് ഒരുപാട് വീടുകൾ നമ്മളുണ്ടെന്ന് പറഞ്ഞത്. അവരുടെ എല്ലാ വീട്ടിൻ്റെ ഫ്രണ്ടിലും വരച്ചിട്ടൊക്കെ ഉണ്ട്, കോലം വരച്ചിട്ടുണ്ട് അവർ. ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പം നമ്മളൊട്ടും പ്രതീക്ഷിച്ചില്ല ഇതിൻ്റെ അകത്ത് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. നമുക്ക് തിരിച്ച് അതേ അവിടെ ഒരു അമ്പലം കൂടെ ഉണ്ട്. ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടുന്ന എല്ലാ കടകളായാലും എന്താവശ്യത്തിനും എല്ലാം ഈ ഒരു സ്ഥലത്ത് തന്നെ ഉണ്ട്. ഇവർക്ക് റോഡിലോട്ട് അങ്ങനെ ഇറങ്ങേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാ കടകളും അതേപോലെ ഇവിടെ റേഷൻ കട എല്ലാം ഉണ്ടായിരുന്നു. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പ്രൊഫഷണൽ കൊറിയർ സർവീസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഇത് കൊറിയർ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇത് വീട്ടിലെത്തി. അനിയൻ്റെ പേരിലാണ് അയച്ചത്. അപ്പോൾ അവൻ ഇത് വാങ്ങിച്ച് വെച്ചിട്ട് അച്ഛന് ബർത്ത്ഡേയുടെ അന്ന് രാവിലെ കൊടുത്തു. അച്ഛൻ ഡ്രസ്സൊക്കെ ഇട്ടു, ഫോട്ടോ ഒക്കെ അയച്ചു തന്നു. അച്ഛൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ.